ഹലോ എവരി വൺ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൊഡ്യൂളിനെ പറ്റിയുള്ള ഒരു ഓവർവ്യൂ തന്നിരുന്നു. സോ നമുക്ക് മൊഡ്യൂൾ 3 ആണുള്ളത്. മൊഡ്യൂൾ 3 ഇറ്റ്സ് അബൌട്ട് മൾട്ടി വേരിയബിൾ കാൽക്കുലസ്. അത് ടെക്സ്റ്റ് ബുക്കിൻ്റെ 13th ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞിരുന്നു. സോ ഇന്ന് നമ്മൾ 13.1 സ്റ്റാർട്ട് ചെയ്യുകയാണ്. So 13.1 is about functions of two or more variables. So first of all നമുക്ക് അതിൻ്റെ നൊട്ടേഷനിൽ തുടങ്ങാം. Notations and certain terminologies. Okay. So we all know what the area of a triangle is, അല്ലേ? ഒരു ട്രയാങ്കിൾ നമ്മൾ എടുത്താൽ the triangle has a height and of course it has a base. So what can you say about the area of this triangle? It is half ph, right? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഏരിയ is a function of base and height, right? So ഏരിയ എന്ന് പറയുന്നത് നമ്മളൊരു വേരിയബിൾ ആയിട്ട് എടുത്താൽ it is equal to half bh. നമുക്കതിനെ ഇങ്ങനെ വേണേൽ നൊട്ടേറ്റ് ചെയ്യാം, കാരണം ഏരിയ ഇസ് എ ഫങ്ഷൻ ഓഫ് ബി ആൻഡ് എച്ച്. അപ്പോൾ ഇവിടെ നമ്മൾ ബിനെയും എച്ചിനെയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയും. കാരണം ബേസും ഹൈറ്റും എന്ത് വേണേ ആകാം, അത് വേണേൽ കൂടാം അല്ലെങ്കിൽ കുറയാം, എന്നാൽ അതിനനുസരിച്ചാണ് ഏരിയ മാറുന്നത്. സോ ഏരിയ ഈസ് the dependent variable, right? Okay, another example, consider a cuboid. A cuboid has a length, breadth and height. So what can you say about the volume? Volume is equal to LBH, right? LBH. So volume is a function of length, breadth and height. So volume ഒരു വേരിയബിൾ ആണ് ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എൽ ബി ആൻഡ് എച്ച്. സോ ഇവിടെ എല്ലും ബിയും എച്ചും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയും. ബട്ട് വി, ദ വോളിയം, ഡിപ്പെൻഡ്സ് ഓൺ ദീസ് വേരിയബിൾ. സോ വി ഇസ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഹിയർ. ഓക്കെ, ആൻഡ് ദെയർ ആർ എ ഫ്യൂ മോർ എക്സാമ്പിൾസ്. ഇപ്പോൾ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് we all know the mean of n variables, right? So suppose example 3 another. Suppose if you have n variables x1, x2, etc., xn. Now what is x bar? X bar is 1 by n x1 plus x2 plus etc. plus xn. So x bar is the dependent variable that depends on n independent variables x1, x2, etc., xn. ചില ജനറൽ നൊട്ടേഷൻസ് നമുക്ക് നോക്കാം. സോ ജനറലി നമ്മൾക്കറിയാം, ഒരു വേരിയബിളുള്ള ഫംഗ്ഷനെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. യൂഷ്വലി നമ്മളതിനെ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയും. അങ്ങനെയെങ്കിൽ രണ്ട് വേരിയബിൾ ഉള്ള ഒരു ഫംഗ്ഷനെ നമ്മൾ എഫ് ഓഫ് എക്സ് വൈന്ന് ഡിനോട്ട് ചെയ്യും. സോ അതിനെ നമ്മൾ ഇസഡ് എന്ന് നമുക്കതിനെ നൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 3 വേരിയബിൾ ഉള്ളൊരു ഫംഗ്ഷൻ ആണെങ്കിലോ എക്സ് വൈ സെഡ്, അതിനെ നമുക്ക് ഡബ്ല്യു കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ നൊട്ടേഷൻസ്, റൈറ്റ്? ഇത് നമുക്ക് ഫെമിലിയർ ആണ്, നമ്മൾ സ്കൂൾ ലെവലെല്ലാം പഠിച്ചിട്ടുണ്ട് ഇത്, റൈറ്റ്? ഇവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളേ ഉള്ളൂ, ഇത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇവിടെ 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്, ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇസഡ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഇവിടെ 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്, ഡബ്ല്യുവിനെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് എടുക്കുന്നു. ഇനി മോർ ജനറലി ഇപ്പോൾ n വേരിയബിൾസ് ഉണ്ടെങ്കിലോ വിൽ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് എഫ് ഓഫ് x1, x2, x3,
etc. xn. Now according to the textbook adine namakku u nu denote cheyam. So this is the notation of a function with n independent variables. So നമ്മൾ നേരത്തെ എക്സാമ്പിൾ കണ്ടു, ഏരിയയുടെ എക്സാമ്പിൾ കണ്ടല്ലേ. ഏരിയ ബേസിൻ്റെയും ഹൈറ്റിൻ്റെയും ഫങ്ഷനാണ്. അതുപോലെ മീൻ ഓഫ് എൻ ഒബ്സർവേഷൻസ് ശരിക്കും ജനറലി എൻ വേരിയബിൾസ് ഉള്ള ഒരു ഫങ്ഷൻ്റെ എക്സാമ്പിളായിട്ട് എടുക്കാം. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു സം എക്സാമ്പിൾസ്. ഒരു ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഡൊമെയിൻ ഓഫ് എ ഫംഗ്ഷൻ, റൈറ്റ്? ഡൊമെയിൻ്റെ ചില എക്സാമ്പിൾസ് ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. y is equal to f of x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. സോ നമുക്കതിൻ്റെ ഗ്രാഫ് എവിടെ വരുമെന്നും ഡൊമെയിൻ എന്താകുമെന്നും നമുക്ക് പറഞ്ഞു പോകാം. സോ y is equal to f of x എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ഉള്ള ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് പ്ലെയിനിലായിരിക്കും വരിക. പ്രിസൈസ്ലി 2-dimensional പ്ലെയിൻ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, y is equal to x square, y is equal to x cube. ഇതിനെല്ലാം നമ്മൾ വരയ്ക്കുന്നത് 2-dimensional പ്ലെയിനിലാണ്. ഇതിൻ്റെ ഡൊമെയിൻ എന്തായിരിക്കും? അത് എക്സ് ആക്സിസിലുള്ള ഒരു ഇൻ്റർവെൽ ആകാം, അല്ലെങ്കിൽ എക്സ് ആക്സിസ് ആകാം. നൗ z is equal to f of xy എന്ന് പറഞ്ഞ ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ ആണെങ്കിലോ അതിൻ്റെ ഗ്രാഫ് എവിടെ ആയിരിക്കും? അതിൻ്റെ ഗ്രാഫ് അല്ല 3-dimensional സ്പേസിലായിരിക്കും. വാട്ട് അബൌട്ട് എ ഡൊമെയിൻ? ഡൊമെയിന് 2-dimensional ഡൊമെയിൻ ആയിരിക്കും, and which is our xy plane അല്ലേ, അത് xy plane ആയിരിക്കും. ഇത് x, ഇത് y. Remember it. So a function with 2 variable has domain as xy plane and graph 3-dimensional space. Okay, now what about w is equal to f of xyz? അതിൻ്റെ ഗ്രാഫ് എവിടെ ആയിരിക്കും? സോ അതിൻ്റെ ഗ്രാഫ് ഒരു 4-dimensional സ്പേസ് ആയിരിക്കും. ആൻഡ് ഐ കനോട്ട് ഡ്രോ ഇറ്റ് അല്ലേ, നമുക്ക് ആർക്കും അത് വരയ്ക്കാൻ പറ്റില്ല. ബട്ട് എനിവേ ഡൊമെയിൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡൊമെയിൻ വിൽ ബി 3-dimensional സ്പേസ് ഓർ xyz സ്പേസ്. സോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 1 വേരിയബിൾ ഫംഗ്ഷൻ്റെ ഡൊമെയിന് എക്സ് ആക്സിസ് ആയിരിക്കും. 2 വേരിയബിൾ ഫംഗ്ഷൻ്റെ ഡൊമെയിന് 2-dimensional പ്ലെയിനിലായിരിക്കും. 3 വേരിയബിൾ ഫംഗ്ഷൻ്റെ ഡൊമെയിന് 3-dimensional സ്പേസിലായിരിക്കും. ഗ്രാഫും ഡൊമെയിനും തമ്മിൽ യഥാർത്ഥത്തിലൊരു ബന്ധമുണ്ടല്ലേ. എത്ര വേരിയബിൾസ് ഉണ്ട്? ഇപ്പോൾ n വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡൊമെയിൻ്റെ ഡയമെൻഷൻ n ആയിരിക്കും. എന്നാൽ ഗ്രാഫ് n+1 dimensional സ്പേസിലായിരിക്കും. ഞാൻ ജനറലി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു സം എക്സാമ്പിൾസ്. Now let's consider example 1. f of xy is equal to square root of y plus 1 plus ln x square minus y. The question is find f of e0 and sketch the natural domain of f. Okay, let's solve this. So ഒന്നാമത് f of xy is equal to square root of y plus 1 plus ln x square minus y. So consider square root of y plus 1. Now square root of y plus 1 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ square root of a negative number is not defined, so y plus 1 should be clearly greater than or equal to 0, right? So that means y should be greater than or equal to -1. Very important. Now let's consider the second part, which is ln x square minus y. നമുക്ക് ലോഗ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് അറിയാം, കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. So this is ln x. Now ln xൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. 0യിൽ പോലും അത് ഡിഫൈൻഡ് അല്ല. സോ ഈ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് സ്ക്വയർ മൈനസ് വൈ is greater than 0, strictly greater than 0, which implies what? Which implies y is less than
x square. So when we combine these two, നമുക്ക് എന്ത് പറയാൻ പറ്റും? We can say -1 less than or equal to y less than x square എന്ന് പറയാൻ പറ്റും. റൈറ്റ്? ഓക്കെ, ഇനിയും നമുക്കിതിനെ സ്കെച്ച് ചെയ്യാം. സ്കെച്ച് ചെയ്യുമ്പോൾ y is equal to -1 എന്ന് പറയുന്നത് എന്തുവാണ്? ദാറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഈക്വൽ ടു ഉള്ളതുകൊണ്ട് നമുക്കതിനെ ഡാർക്കൻ ചെയ്ത് വരയ്ക്കാം. സോ ദിസ് ഈസ്, ഞാൻ വേറെ കളർ യൂസ് ചെയ്യും. സോ ദിസ് ഈസ് y is equal to -1, റൈറ്റ്? ഇനി ഈ പോർഷൻ എന്താ? അവിടെ ആക്ച്വലി നമുക്ക് y is equal to x square കൺസിഡർ ചെയ്യാം ആദ്യം. സോ y is equal to x square എന്ന് പറയുന്നത് അപ്വേർഡ് പരാബോളയാണ് അല്ലേ? ബട്ട് ഇവിടെ നമ്മൾ ഡോട്ടഡ് ആയിട്ടായിരിക്കും വരയ്ക്കുക. വൈ? ബിക്കോസ് y ലെസ് ദാൻ ആണ്, സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. സോ അത് നമുക്ക് ഡാർക്കൻ ചെയ്ത് വരയ്ക്കാൻ പറ്റില്ല. സോ ദിസ് ഈസ് അവർ y is equal to x square, right? സോ നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? സോ ദിസ് ഈസ് അവർ ഡൊമൈൻ. സോ ദാറ്റ് ലൈസ് ബിറ്റ്വീൻ ദം. സോ ഏത് പോർഷൻ ആയിരിക്കണം നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്, സ്കെച്ച് ചെയ്യേണ്ടത്? ദിസ് പോർഷൻ. ഇതിങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് പോകും. റഫ് സ്കെച്ച് ചെയ്താൽ മതി. സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയാൻ ഇവിടെ വിട്ടുപോയി. f(e0) നമ്മൾ കണ്ടുപിടിച്ചില്ല. അതായിരുന്നു ആദ്യം കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. ഓക്കെ, അതെന്തായാലും ഞാനിവിടെ ചെയ്യാം. അത് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് f(e0). f(e0) എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 0 + 1 പ്ലസ് ln e square minus 0 എന്ന് വരും, right? Which is 1 plus ln e square. Now what is ln e square? It is 2. It is 3, right? Okay. So അതാണ് അതിൻ്റെ വാല്യൂ. സോ ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞു. പിന്നെ നമ്മളതിൻ്റെ ഡൊമൈൻ കണ്ടുപിടിച്ചിട്ട് സ്കെച്ച് ചെയ്തു. ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. Now let's move on to the second example. Now example 2, same question. Consider this function f of x, y, z. ഇവിടെ 3 വേരിയബിൾസ് ഉണ്ടെന്നേ ഉള്ളൂ. സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ റൂട്ട് ഓഫ് 1 minus x square minus y square minus z square. Find f of 0, 1/2, -1/2 and the natural domain of f. Okay, so ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് നോക്കാം. So first of all, f of 0, 1/2, -1/2 എന്താണെന്ന് നോക്കാം. It is square root of 1 minus 0 square minus half square minus -half square, which is square root of 1 minus 1/4 minus 1/4, which is square root of 1 minus half, which is square root of half. അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഈ നാച്ചുറൽ ഡൊമൈൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നമുക്കറിയാം f of x, y, z is equal to square root of 1 minus x square minus y square minus z square ആണ്. കഴിഞ്ഞ പ്രോബ്ലം ഇതുപോലെ ആയിരുന്നു. സോ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? റൂട്ടിനകത്തുള്ളത് ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല, പോസിറ്റീവ് ആയിരിക്കും, 0 ആകാം. സോ 1 minus x square minus y square minus z square greater than or equal to 0 എന്ന് പറയാം. റീഅറേഞ്ച് ചെയ്യുമ്പോൾ x square plus y square plus z square less than or equal to 1 എന്ന് വരും. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ആക്ച്വലി സർക്കിളിൻ്റെ ഒരു എക്സ്റ്റൻഷനാണിത്. സോ ദിസ് ഈസ് ആക്ച്വലി ദ ഇക്വേഷൻ ഓഫ് എ സ്പിയർ. സോ നമുക്ക് എല്ലാവർക്കും അറിയാം സർക്കിളിൻ്റെയും സ്പിയറിൻ്റെയും ഇക്വേഷൻസ് ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. സോ നിങ്ങൾ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുണ്ട്. യു നോ വാട്ട് ദിസ് ഇസ്, റൈറ്റ്?
ഇത് HK സെൻറ്ററും റേഡിയസ് ആറുമായിട്ടുള്ള സർക്കിളിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ദ റേഡിയസ് സ്ക്വയർ ആയി. സോ അതേപോലെ നിങ്ങൾ സ്പിയറിനെ ചിന്തിച്ച് നോക്കുക. സോ കൺസിഡർ ദെയർ ഇസ് എ സ്പിയർ, റൈറ്റ്? ആൻഡ് ദ സെൻറ്റർ എന്ന് പറയുന്നത് ABC ആയിക്കോട്ടെ. ദിസ് ഇസ് ദ സെൻറ്റർ സപ്പോസ്, ആൻഡ് ലെറ്റ് ദിസ് ബി ദ റേഡിയസ്. സോ അങ്ങനെയെങ്കിൽ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ വാട്ട് വിൽ യു ഗെറ്റ്? ഇവിടെ HK ആയിരുന്നു സെൻറ്റർ, ഇവിടെ ABC ആണ്. സോ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇസെഡ് മൈനസ് സി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. സെൻറ്റർ ABCയും റേഡിയസ് ആറുമായിട്ടുള്ള ഒരു സ്പിയറിൻ്റെ ഇക്വേഷൻ. സോ ഇതിനെ നമ്മൾ ശരിയായ രീതിയിലൊന്ന് നോക്കിയാൽ ഇതും ഒരു സ്പിയറാണ് നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ സെൻറ്റർ എന്താ? ഇതിൻ്റെ സെൻറ്റർ ആക്ച്വലി 0 0 0 ആണ്. സെൻറ്റർ ഇസ് 0 0 0 and the radius is r. The r is 1 here, right? 1 ആണിത്. എന്നാൽ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ, അതായത് ഇൻറ്റീരിയർ ഓഫ് ദ സ്പിയർ ആയിരിക്കും നമ്മുടെ ഡൊമെയിൻ ആയിട്ട് വരുന്നത്. സോ വാട്ട് ഈസ് ദ ഡൊമെയിൻ ഓഫ് ദിസ് ഫംഗ്ഷൻ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഓൺ ഓർ വിത്തിൻ ദ സ്പിയർ. ഓൺ ദ സ്പിയർ എന്ന് പറയാൻ കാരണം ഈക്വൽ ടു ഉള്ളതുകൊണ്ട്, വിത്തിൻ ദ സ്പിയർ എന്ന് പറയാൻ കാരണം ലെസ് ദാൻ ആയതുകൊണ്ട്. സോ സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഓൺ ഓർ വിത്തിൻ ദ സ്പിയർ, ഈ പോയിൻറ്റ്സ് എല്ലാം ഇതിൻ്റെ നാച്ചുറൽ ഡൊമൈനകത്ത് വരും. ഓക്കെ, സോ നൗ ലെറ്റ് മീ ഗിവ് യു 2 homeworks. Now homework question. Find the natural domain of the function f of xy, 2 variable function ആണ്, is equal to 1 by square root of 16 minus x square minus y square. ചെയ്യുമ്പോൾ ശ്രദ്ധയോടെ ചെയ്യണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, f of x y z is equal to x y ln z. ഓക്കെ, ഇത് 3 വേരിയബിൾ ഫംഗ്ഷൻ ആണ്. ഹോപ്പ് യു വിൽ ഡു ദിസ്. താങ്ക് യു.